സക്കാത്ത് കൊടുക്കേണ്ടത് ചെലവില്ലാത്ത രൂപത്തിലുള്ള ധാന്യമാണെങ്കിൽ, കൂടുതൽ ചെലവൊന്നുമില്ലാത്തതാണെങ്കിൽ 10-1 സക്കാത്ത് കൊടുക്കണം. ഇനി തീരെ അധ്വാനമില്ലാതെ കിട്ടിയതാണ്, നിധി കിട്ടിയെന്ന് വെക്കുക. ഒരാളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയം, അതല്ലെങ്കിൽ തൊടൂല് കളച്ചപ്പോ ഒരു ടണ്ടണ്ടെന്നൊരു ഒച്ച നോക്കുമ്പോ ഒരു വലിയൊരു കുടം, ആ കുടത്തിലാണെങ്കിലോ കലകലേന്ന് സ്വർണം. ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവും, ഇവിടെ ഉണ്ടോന്നൊരു സംശയമുണ്ട്, പണ്ട് ഇല്ലേന്ന് പറയുന്നിട്ടിക്കണ്, എന്തോ സംഗതി ഉണ്ട്, ചിലപ്പോ ഉണ്ടെങ്കിലോ. നിധിന്റെ പിന്നിൽ പോണ കുറെ ആൾക്കാരുണ്ടല്ലോ. അസ്മായിരടുത്ത് പോയിട്ട് ഈ അസ്മായിരടുത്ത് പോകും. ഈ അസ്മായിർ ഇങ്ങനെ പറയും, നിങ്ങളെ തൊടൂലേ ഇങ്ങനെ ഓരോ പ്രശ്നം പറഞ്ഞാൽ അത് സംഭവം എന്താ പറഞ്ഞാല് അവിടെ സാധനം ഉണ്ട്, അത് എടുക്കാൻ പറ്റൂല. അത് വലിയ സാധനമാണ്, അതിന് വലിയൊരു കാവലുണ്ട്, എന്തോ ഒരു സംഗതി കാവലുണ്ട്, വലിയൊരു ശൈത്താനാണ്, അതിന് കുറച്ച് അമലൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവലങ്ങനെ ഓടുന്നിട്ട് എന്താണ്, ഇളനീനുമ കുറെ കള്ളി വരക്കും, കോയിമുടുകമ്മയും കുറെ കള്ളി വരക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടെ കള്ളിയും ഇതൊക്കെ കൂടെ വരച്ചിട്ട് കുഴിച്ചിടും. ഇപ്പൊ തൽക്കാലം പെയ്ക്കണം, ഇപ്പൊ വരുമല്ലേ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പാറ ചേറാക്കും. അയാൾ കുറച്ച് കായ് വാങ്ങി. അപ്പൊ നിധി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തായി മനസ്സിലിങ്ങനെ ഉണ്ട് എന്നിങ്ങനെ തോന്നി. അപ്പൊ പിന്നെ വേറൊരാളെടുത്ത് പോകും. അങ്ങനെ ഒരാളെടുത്ത് പോയിട്ട് ഏകദേശം 6-7 ലക്ഷം റുപ്യ ചെലവാക്കിയ ഒരാളെ നമുക്കറിയാം, കടം വാങ്ങിയിട്ടും അല്ലാതെയും 6-7 ലക്ഷം തൊടൂല് നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്, ഇപ്പോഴും അയാളെ പിന്നാലെയാണ്, ഇപ്പോഴും ഇതിന്റെ പിന്നാലെ. അപ്പൊ നിധി ഉണ്ടാവാ. നിധി എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ജാഹിലിയ കാലഘട്ടങ്ങളിലും അല്ലാത്ത കാലഘട്ടങ്ങളിലൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ സംഗതി കുഴിച്ചിട്ടിരുന്നു. കുഴിച്ചിട്ടത് ചിലപ്പോ ചില ആളുകൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 5-1 സക്കാത്ത് കൊടുക്കണം. 5-1 അഥവാ 20% സക്കാത്ത് കൊടുക്കണം. കാരണം അധ്വാനിക്കാതെ കിട്ടിയതാണ്, അവിടെയും പകുതി കൊടുക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ അത്തരം നിധി കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ നിധി ഗവൺമെന്റ് അറിയാൻ പറ്റൂല കേട്ടോ. പക്ഷെ ഗവൺമെന്റ് അറിയാത്ത വിഷയം നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇല്ല. അതിന്റെ മസാല പറയണത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് കണ്ടുകെട്ടും, അത് വേറെ വിഷയം. ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ചില ആളുകൾക്ക് ഈ NM നാഗമാണിക്കം അല്ലെ, മാണിക്കക്കല്ലിന്റെ ആൾക്കാരുണ്ട്, വെള്ളരിക്കും സൂചിന്റെ ആൾക്കാരുണ്ട്, 2 തലുള്ള പാമ്പിന്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പഴയ പെട്രോൾ മാക്സ് ഉണ്ടല്ലോ, ഈ കുബ്ബ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ആ പെട്രോൾ മാക്സ് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. പഴയ വട്ടത്തിലുള്ള ചെമ്പിന്റെ 20 പൈസ അത് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. 400 കോടി റുപ്യ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയാം. എന്നാലും അങ്ങനെ തെരഞ്ഞെടുക്കുന്ന കുറെ ആളുകളുണ്ട്. എന്നാൽ ഇങ്ങനെ നിധി കിട്ടിക്കഴിഞ്ഞാൽ 5-1 സക്കാത്ത് കൊടുക്കണം എന്നാണ് മഹാനരായ സുൽത്താൻ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കാലത്തൊരു പാവപ്പെട്ട ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ല, ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ടവനാണ്. ഈ പാവപ്പെട്ട വ്യക്തി അയാളിങ്ങനെ തൊടൂൽ കൃഷിയിൽ ഏർപ്പെടുമ്പോ അയാളെ വീട്ടുവളപ്പിൽ നിന്ന് അയാൾക്ക് നിധി കിട്ടി, വലിയൊരു കുടം നിറയെ സ്വർണം. അങ്ങനെ സ്വർണം നിധി കിട്ടിയപ്പോൾ ഇപ്പൊ ചേന കിട്ടല്. ഒന്നാള് മണ്ണാർക്കാട് ഒരാൾക്ക് ചേന കിട്ടും, ചേന ഒരാൾ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേന കൊടുന്ന് കാണിച്ചു കൊടുത്തു. അതിന് ഇത്ര ലക്ഷം വരും എന്ന് പറഞ്ഞിട്ട് ഈ ചേന കൊണ്ടേ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജ്വല്ലറി കൊണ്ടുപോയിട്ട് ഈ ചേനെന്ന് വരുത്തി നോക്കുമ്പോ നല്ല സ്വർണ്ണ. അപ്പൊ പിന്നെന്താണ്, ഇനിയിപ്പൊ അഡ്വാൻസ് ആക്കണ്ട എന്നുള്ള നിലക്ക് 10-20 ലക്ഷം റുപ്യാണ് കൊടുക്കുകയാണ്. ഇവിടെ ആ സാധനം വാങ്ങി ബാക്കി പൈസ പിന്നെയും തരാന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോകണത്. ഈ ചേന കൊണ്ടുകൊടുത്ത ആൾക്കാർ ഏതോ തമിഴ്നാട്ടിലത്തെ ഏതോ ആൾക്കാരാ, നാട്ടുകാരെ അറിയണ്ടെന്നുള്ള നിലക്ക് ആരോ ഊരും പേരൊന്നും ആരോടോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ ചേന നോക്കുമ്പോ അതെന്താണ് അറിയോ, ഈ ചെമ്പുമ്മ പെയിന്റ് അടിച്ചിക്കാണ്. സ്വർണം കൊണ്ട് ചെമ്പുമ്മ പെയിന്റ് അടിച്ചിക്ക, ഇങ്ങോട്ട് നിധി ഇതാണെന്നും പറഞ്ഞിട്ട് കൊടുന്നു കൊടുക്കുക, ഇങ്ങോട്ട് ആകെ വടിയാകുക. അങ്ങനെ എത്രയോ ആളുകൾ കബളിപ്പിക്കപ്പെടലുണ്ട്. എന്നാൽ ഈ സാധുവിന് നിധി കിട്ടി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ രാത്രി സ്വപ്നം കണ്ടു.
ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ ഹഖാണ്. ഇയാൾ സ്വപ്നം കണ്ടു. ഇയാളോട് റസൂലുള്ള പറഞ്ഞു, സംഭവം മോനെ, നിധി കിട്ടിയാൽ 5-1 സക്കാത്ത് കൊടുക്കണം എന്നാണ്. എന്നാൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. നിങ്ങളൊരു സാധുവല്ലേ, നിങ്ങൾക്കൊരു വിട്ടുവീഴ്ചയുണ്ട്. അങ്ങനെ നിധി കിട്ടിയ വിവരം ഭാര്യ മാത്രമേ അറിയുള്ളൂ. ഇയാൾ ഓളോട് പറഞ്ഞു, ഇനി നിധി കിട്ടിയത് ആരോടും പറയണ്ട. പെണ്ണിനോട് പറഞ്ഞു. പക്ഷേ പെണ്ണുങ്ങളോടുള്ള രഹസ്യവും കുക്കറിന്റെ കൂക്കും 5 മിനിറ്റേ ഗ്യാപ്പുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ കൂക്കും. അതതിന്റെ ഷെയിൻ അങ്ങനെ, അതിന്റെ സംഗതി അങ്ങനെയാണ്. ഇവള് കൂക്കി എന്ന് വെച്ചാല് ആ ലോകത്തുനിന്ന് ഒരാൾ വന്നു, ഒരു പെണ്ണ് വന്നു. പെണ്ണ് വന്നിട്ട് എന്താ സാധനം കൊണ്ട് ഇങ്ങനെ വന്നു. അവൻ ഇങ്ങനെ ചിരിച്ചിനുണ്ട്. എന്താ ചിരിച്ചിന്? ഒന്നുമല്ല. എന്നാലും അല്ല, ഒന്നുമല്ല. എന്താന്നാലും വെറുതെ ചിരിച്ചൂലല്ലോ. എന്താ എനിക്ക് കിലിങ്ങിക്ക? ഒന്നല്ല. പിന്നെ ഇന്നലെ തൊടുന്നൊരു സാധനം കിട്ടി, ഇനി ഞാനോട് പറയാൻ നിൽക്കൊന്നും വേണ്ട എന്നാ അങ്ങനെ ഓളോട് പറഞ്ഞു. ഓളപ്പുറത്ത് പോയിട്ട് ഇതേപോലെ 2 ചിരിച്ചിട്ട് എന്താ ചിരിച്ചെന്ന് ചോദിച്ചു. ഒന്നുമല്ല, കുൽസുമുവിന്റെ മാപ്പിളക്കെ കിട്ടിക്കാത്തരെ, നിങ്ങളാരോടും പറയാൻ നിൽക്കും വേണ്ട. അങ്ങനെ പറയാൻ നിൽക്കണ്ട. എല്ലായിടത്തും എത്തി. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹുവിന്റെ അടുക്കലും വിവരെത്തി. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ആളെ വിട്ടു. നിധി കിട്ടിയാലേ, ഇപ്പൊ പണക്കാരനായി, സാധു പണക്കാരനായിക്കണേ. നിധി കിട്ടിയാൽ 5-1 സക്കാത്ത് കൊടുക്കണം. അതാണ് മസാല. അതുകൊണ്ട് 5-1 സക്കാത്ത് പിരിച്ചുവാന്ന് പറഞ്ഞു. മൂപ്പർ ജഡ്ജിയാണ്, ഖാളിയാണ്, സുൽത്താനുൽ ഉലമയാണ്. അന്ന് മൂപ്പരെ വിളിച്ചിരുന്നത് സുൽത്താനുൽ ഉലമ എന്നാണ്. സുൽത്താനുൽ ഉലമ എന്ന് അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ലാതെ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാമിന്റെ പേരാണെന്ന് ചില ആൾക്കാർ പറയും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ സുൽത്താനുൽ ഉലമ എന്ന് വിളിച്ചിരുന്നത്. അത് ഇസ്സുദ്ദീൻ അബ്ദുസ്സലാമിന് ഇടാമെങ്കിൽ, റളിയല്ലാഹു ഇടാമെങ്കിൽ ആ പേര് എന്താണ് വേറെ ഉസ്താദ്മാർക്കും ഇടാം. അത് വേറെ വിഷയം, കിതാബുകളൊക്കെ ഉള്ളതാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ആളെ വിട്ടു. ആളോട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളെ ഞാൻ ഇന്നലെ കിനാവ് കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞത് സക്കാത്ത് കൊടുക്കണ്ടെന്നാണ്. അതുകൊണ്ട് ഞാൻ സക്കാത്ത് തരൂല. കാരണം റസൂലുള്ളാഹിനെ കണ്ടാതെ ഹഖാണ്. ഫഇന്ന ശൈത്വാന ലാ യതമസലു ബി ഖാല റസൂലുള്ളാഹി. പിശാച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ വരൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ പിശാച് വന്നിരുന്നു. മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന സംഭവമുണ്ട്. ഇനി കണ്ടാ പൂസിക്കൊണ്ടു പറഞ്ഞു. പൂസി, പിന്നെ വന്നിട്ടില്ല. അപ്പോ നബി തങ്ങളുടെ രൂപത്തിൽ പിശാച് വരൂല എന്നാണ്. അപ്പൊ ഇയാൾക്ക് അത് ശരി തന്നെയാണല്ലോ, സാധുവായിട്ട് അതിൽ വല്ല റിഡക്ഷൻ ഉണ്ടായിരിക്കും. ആ നിലക്ക് വീണ്ടും അങ്ങോട്ട് പോവാ. ജഡ്ജി വെച്ചു, സക്കാത്ത് കിട്ടി വെച്ചു. കിട്ടിയില്ല. എന്തേന്ന് വെച്ചു. റസൂലുള്ള പറഞ്ഞുക്കണോരോ, ഇന്നലെ കിനാവ് കണ്ടോരോ, റസൂലുള്ള പറഞ്ഞുക്കണോരോ, പിരിച്ചണ്ട. മൂപ്പരന്റെ നേരം വന്നു. അനക്ക് നിധി ഇട്ടി വെച്ചു. ആന്നാ 5-1 എടുക്കുക. നോ, റസൂലുള്ള പറഞ്ഞിക്കണം കൊടുക്കണ്ട. റസൂലുള്ള അല്ല, അള്ളന്നെ ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തച്ചാണ് പിരിച്ചു എന്ന് പറഞ്ഞു. മര്യാദ കേട്ടാൽ സക്കാത്താണെങ്കിൽ അത് സക്കാത്തിന് വാങ്ങും. ലൗ മനഊനി ഇഖാല. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒട്ടകത്തിന്റെ ഒപ്പം ഒരു കയറ് കൊടുക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലശേഷം കയറ് തരൂല, ഒട്ടകേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി, ആ കയറിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹിനെ കണ്ടത് ഹഖാണ്. പക്ഷെ ആ റസൂലുള്ള പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കേൾവിന്റെ പ്രശ്നമാണ് അങ്ങനെ കേട്ടത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 17 രോമാണ് നരച്ചത്. താടിയിലും മുടിയിലും കൂടി ആകെ 17 രോമാണ്. നമ്മളത് എത്ര നരച്ചുകൊണ്ടൊന്ന് കണ്ണാടിയിൽ നിന്ന് എടുത്ത് എണ്ണിയൊക്കെ കൊണ്ടുപോകും. വെറുതെ എണ്ണാണ് അല്ലേ? കാരണം എണ്ണാൻ കഴിയൂല. എന്നാൽ നബി തങ്ങളുടേത് കറക്റ്റാണ്, 17 രോമ. എന്നാ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താടി മുഴുവനും നരച്ച കോലത്തിലാണ് കണ്ടു നിൽക്കുക. കണ്ടത് റസൂലുള്ളാഹിനെയാണ്. പക്ഷെ ഇപ്പം നോക്കിയ കണ്ണടക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇപ്പൊ പൊട്ടിയ കണ്ണടന്റെ ഉള്ളിൽ ചിലപ്പോൾ ചില ആൾക്കാരെ മൂത്ത് നോക്കിയാൽ അയാളെ മൂക്ക് KSRTCന്റെ ഗിയർ ബോക്സ് പോലെ ആയിരിക്കും. അത് അയാളെ മൂക്കിന്റെ കുഴപ്പമല്ല, അവന്റെ കണ്ണാടിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇതേപോലെ ഇവന്റെ കാഴ്ചക്ക് പല പ്രശ്നങ്ങളും വരാം. ഇവന്റെ കേൾവി,
ഒരു ശരീഅത്തിന് എതിരായ രൂപത്തിൽ ഒരു കേൾക്കുന്നുണ്ട് എന്ന് വെക്കുക. ആ കേൾക്കുന്നത് അവരങ്ങനെ പറഞ്ഞിട്ടല്ല, ഇവന്റെ ഈമാനികമായ ഒരു ദൗർബല്യം കാരണം വന്ന ഒരു സംഭവമാണ്. അതിന് ചികിത്സിക്കാൻ നോക്കുക എന്നുള്ളതാണ്. കഴിക്കാൻ പറ്റും, എന്തായാലും കഴിക്കണം. ആ കാരണം കൈക്കായിട്ട് ഒരാൾ ഭ്രാന്തായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസിദ്ധനായ ഒരു മഹാനെ കൊള്ള ചേർത്തി ഇതുപോലുള്ള കഥകൾ കെട്ടിച്ചമക്കുക. എന്നിട്ടോ അതിന് അടിക്കുറിപ്പായിട്ട് വേറൊരാള് നീ ചെന്നിട്ട് മറന്നാലെന്താ നോൽമുറിയോ? ഇല്ല. ഓലെ പറ്റിയിട്ട് എന്താ? ഏറ്റവും വലിയ സ്ഥാനല്ലേ റസൂലുള്ളാഹി തങ്ങള്. ഏതൊരു വഴിയും അത് അടക്കപ്പെട്ടതാണ്. ഇല്ലാ മൻ ഇഖ്തഫാ ബിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീഅത്തിനെതിരായത് പറയാൻ പാടില്ല. ലൗ നദറത ഇലാ അഹദിൻ യതീറു ഫിൽ ഹവാഇ ഔ യംശി അലൽ മാ. ഒരാൾ വെള്ളത്തിന്റെ മുകളിൽ നടക്കുകയാണെങ്കിൽ, ഒരാൾ അന്തരീക്ഷത്തിലൂടെ പാറിക്കളിക്കുകയാണെങ്കിൽ ഒരിക്കലും വലാ തഖ്തദൂ ബിഹി, ഒരിക്കലും തുടരാൻ പാടില്ല. ഹത്താ തൻദുറൂ ഫി അഹ്വാലിഹി വഹറകാതിഹി വസകനാതി. അവരുടെ ചലന നിശ്ചലനങ്ങൾ മീസാനു ശരീഅ, ശരീഅത്തിനനുസരിച്ചാണോ അല്ലേ എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ്. ഈ ഇസ്ലാമിക ശരീഅത്തിന്റെ മൂല്യങ്ങൾക്ക് നിരുദ്ധമായ നിലപാടുകൾ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അവരെ കൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദീനീ വിരുദ്ധ ചിന്താഗതികൾ വെച്ച് പുലർത്തിയാൽ മരിച്ചു പോട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഔലിയാക്കൾ ഭക്ഷണം തന്ന നോമ്പുറിയിലാണ്. എന്ത് നിയമപ്പത്? അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഔലിയ പറയോ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനിയും കുറവേ പറവാനുണ്ട്, അത് വഹിപ്പാൻ അവർക്കാവില്ല. അതുകൊണ്ട് ഇപ്പൊ പറയണില്ല. നിൽക്കണം. അപ്പോ 1/5 സക്കാത്ത് നിധിക്ക് കൊടുക്കണം. ബഹുമാനപ്പെട്ട ഇസ്ദ് നബി സല്ലല്ലാഹു റളിയല്ലാഹു അൻഹു 1/5 സക്കാത്ത് അയാളിൽ നിന്ന് വാങ്ങിച്ചു. സ്വപ്നം, ആ സ്വപ്നം അതനുസരിച്ചുള്ള മാനദണ്ഡം, അതനുസരിച്ചുള്ള ശരീഅത്ത്, ശരീഅത്തിന് വിരുദ്ധമായ രൂപത്തിലാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഏത് വലിയ പറഞ്ഞ രൂപത്തിൽ കേട്ടാലും കണ്ടാലും അത് അംഗീകരിക്കാൻ പാടില്ല. ഇപ്പൊ ഗൗസുൽ ആസം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ വന്നിട്ട് പറയാണ്, 27-ാമിന് രാത്രി കുറെ ഉറക്കൊഴിച്ചല്ലേ, കാര്യം ചെയ്തല്ല, ക്ഷീണം മാറ്റാൻ വേണ്ടി ഉച്ചക്ക് ഒരു കട്ടൻ ചായയും കുടിച്ചാളാ, ഒരു മുറുക്കും തിന്നള, വേറൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞു നിൽക്കുക. കയ്യിലൂടെ തുറങ്ങണ നേരത്ത് എന്താ ചെയ്യുക? അവൾ നിന്നാ പറ്റും. കാരണം ആ കണ്ട സ്വപ്നത്തിനനുസരിച്ച് സ്വപ്നം കാണാനൊരു പണിയില്ല, സ്വപ്നം കാണിക്കാനും പണിയില്ല. സ്വപ്നം ഒരാൾക്ക് ഇന്ന സ്വപ്നം കാണിക്കണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ സ്വപ്നം കാണിക്കാൻ കഴിയും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അതിനുള്ള സംഗതികളൊക്കെ ഉണ്ട്, എല്ലാം അറിയാം. ഇപ്പോ ജാമിഉ കറാമാത്തിൽ ഔലിയായിൽ കാണാം ഒരാള് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ശരിയല്ല എന്ന് ഞാൻ കിനാബ് കണ്ടിട്ടുണ്ട്. ഇബ്നു ഹസ്മുള്ള വേറെ ഏതോ ഒരാളുടെ പേര്, ആ പേരിലുള്ള ആളുടെ മദ്ഹബാണ് ശരി എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് റസൂലുള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നു. ഞാൻ അങ്ങനെ കിനാബ് കണ്ടിട്ടുണ്ട്. എന്നാ ശരി പെയ്ക്കുവാറുണ്ട്. പിറ്റേന്ന് ഇങ്ങനെ ഇയാൾ നേരത്തെ വരുന്നുണ്ട്. എന്തേന്ന് ചോദിച്ചു. ഷാഫി ഇമാമിന്റെ ആദർശാണ് ശരിയെന്നും ഇബ്നു ഹസ്മുല്ലാഹിരി അയാൾ ശരിയല്ല എന്നുള്ള കിനാബ് ഞാൻ മാറി കണ്ടുകയാണ്. അപ്പൊ ഇയാൾ കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ സ്വപ്നമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചു കൊടുക്കാനുള്ള ചില സംഗതികളുണ്ട്. എന്നോട് ചോദിച്ചണ്ട കേട്ടോ, അതിന്റെ ട്രിക്ക് എന്താണ്? എനിക്ക് മറ്റോനൊന്ന് നേരങ്ങത്തിൽ വർത്താനം പറയാൻ കഴിയില്ല, സ്വപ്നത്തിൽ 2 വർത്താനം പറയണം. അപ്പൊ അതിനെ പറ്റുന്ന കോലത്തിൽ ഒന്ന് മരട്ടി വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നാള് ഒരാള് വലിയൊരു പ്രഭാഷകനെ മക്കാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ പലരും വിളിക്കുമല്ലോ. അപ്പൊ നമുക്ക്